വലിയ പ്രളയ സമാന സാഹചര്യത്തിലൂടെയാണ് തിരുവല്ല മുന്നോട്ട് പോകുന്നത്. കടപ്പുറ ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോൾ എന്തായാലും മത്സ്യബന്ധന ബോട്ടിൽ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയസ്സായ ആളുകളാണ്. പെട്ടെന്ന് വെള്ളം ഇരച്ചെത്തിയോടുകൂടി അവർ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വീട്ടിനുള്ളിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ എന്തായാലും മത്സ്യബന്ധന ബോട്ടുകളിൽ രക്ഷിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഇങ്ങോട്ടേക്ക് ബോട്ടുമായി എത്തിയത്. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത് മണിമലയാർ ഉൾപ്പെടെ മുറിച്ചു കടന്നുകൊണ്ട് സാഹസികമായി കിലോമീറ്ററുകളോളം ഈ വള്ളത്തിൽ സഞ്ചരിച്ച് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ ആളുകളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ സാഹസികമായാണ് ഇത്തരത്തിലൊരു രക്ഷാദൗത്യം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇപ്പോഴെന്തായാലും ഈ ബോട്ടിൽ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ ആളുകളുണ്ട്. ഇനി അവർ വരാൻ തയ്യാറാത്തതാണോ അതോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ആ വീട്ടുകളിൽ ഇപ്പോഴും ആളുകൾ തുടരുന്നൊരു സാഹചര്യമാണ്. ആ വീടൊക്കെ ഏറെക്കുറെ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ്. എന്തായാലും വളരെ സാഹസികമായാണ് ഇത്തരത്തിലൊരു രക്ഷാദൗത്യം ഉൾപ്പെടെ ഇവിടെ നടക്കുന്നത്. ചേട്ടാ, നമ്മളിവിടെ കുടുങ്ങിയതാണോ? കുടുങ്ങിയതാണോ? വലിയ ബുദ്ധിമുട്ടല്ലേ? അതെ, അവരതുകൊണ്ടാണ് ഇതുവരെ മാറാൻ പ്രയാസപ്പെട്ടത്. കാരണം ആളുകളോട് പോകുന്നതിന് വരുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വള്ളത്തേലൊന്നും കയറാൻ പറ്റത്തില്ല. വെള്ളത്തിൽ ഉൾപ്പെടെ കയറാൻ പറ്റാത്ത അത്രയും ആളെ സാഹസികമായാണ് എടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും വലിയൊരു പ്രളയ സമാന സാഹചര്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത മനസ്സിലാകും. അത്രമാത്രം വലിയൊരു വെള്ളക്കെട്ട വീട്ടിലുണ്ട്. വീടിൻ്റെ അടിഭാഗം പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ പ്രശ്നം ഈ പുളിക്കീട് മേഖലയിലുണ്ട്. ഈ വെള്ളം എന്ന് ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇങ്ങനെ ബോട്ടുകളിലൊക്കെ വന്ന് മാത്രം രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും വലിയ ഭീകര സാഹചര്യമുണ്ട്. അത്തരത്തിലാണ് ഇവിടെ വലിയ തോതിൽ ഈ സാഹചര്യത്തിലൊക്കെ പ്രതികൂല കാലാവസ്ഥയിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം AV ജയശങ്കർ.